ലീഗിനെ CPIM പിളർത്തിയ ചരിത്രം ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിക്ക് കെ മുരളീധരന്റെ മറുപടി. തൊള്ളായിരത്തി മുസ്ലിം ലീഗിനെ പിളർത്തിയതിന്റെ പിന്നിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ്. ഞങ്ങൾ മുമ്പ് പ്രതിപക്ഷത്തുള്ളപ്പോൾ സപ്തകക്ഷി ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾ അന്ന് ശരിയാണ്, അന്നത്തെ സപ്തകക്ഷിയെ മുഴുവൻ ഞങ്ങൾ വിമർശിച്ചിട്ട് ശരിയാണ്, അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പാർട്ടി വിട്ടുപോയപ്പോൾ അവരെ പിളർത്താൻ ശ്രമിച്ചതും CPM ആണ്. അതിനെക്കുറിച്ച് CH മുഹമ്മദ് കോയ വ്യക്തമായിട്ട് ചന്ദ്രികയിൽ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ചരിത്രം പറയുമ്പോൾ എല്ലാം പറയണം, ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ ഭാഗവും ഓർക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, അടിയന്തരാവസ്ഥ കാലത്ത് കഷ്ടപ്പാട് സഹിച്ച കൂടെ നിന്ന് കഷ്ടപ്പാട് സഹിച്ച അഖിലേന്ത്യാ ലീഗിനെ നല്ല കാലം വന്നപ്പോൾ ചവിട്ടി പുറത്താക്കിയത് ഇതേ CPM തന്നെയാണ്. അപ്പോൾ ലീഗിനോട് CPM കാണിച്ചത് വളരെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് CH 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൽ ചേരുമെന്ന് ചോദിച്ചപ്പോൾ CH പറഞ്ഞൊരു വാചകമുണ്ട്, വിശ്വാസി ഒരിക്കൽ മാത്രമേ പാമ്പ് കടിക്കൂ എന്ന് പറഞ്ഞത് ഈ CPM ഉദ്ദേശിച്ചാണ്. അപ്പോൾ ചരിത്രം മുഴുവൻ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് പറയുന്നത് ചരിത്രത്തിനെ നിഷേധിക്കുന്നതിന് തുല്യം.